ഹലോ സെൻട്രൽ ബസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് കേരള ടിക്കറ്റ് റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഇതിൻ്റെ അകത്ത് ടിക്കറ്റ് റേറ്റ്. പിന്നെ നമ്മൾ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 10 രൂപയും കൂടെ ചാർജ് ആവും. പിന്നെ ഫോറിനേഴ്സിന് 50 രൂപയാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലാണ് അവർ ഗാർഡനിങ്ങും അവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ലൈറ്റ് ഹൗസിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ എത്താനായിട്ട് നമ്മുടെ ആലപ്പുഴയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേറെ 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ലൈറ്റ് ഹൗസിലേക്ക് എത്താൻ. നമുക്കപ്പോൾ ആലപ്പുഴയുള്ള ഈ ലൈറ്റ് ഹൗസിൻ്റെ അകത്തേക്ക് കയറാം. ഈ ആലപ്പുഴ ലൈറ്റ് ഹൗസ് കൺസ്ട്രക്ട് ചെയ്തത് 1862-ലാണ്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 33 മീറ്ററാണ്. അതായത് 108 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ അകത്ത് കയറാൻ നേരത്ത് നമ്മൾ എല്ലാ ലൈറ്റ് ഹൗസിനെ പോലെ വെളിയിൽ ചെരുപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്കിവിടെ ലൈറ്റ് ഹൗസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടുത്തെ ആ ഒരു ബോർഡിൽ കാണാം. നമ്മുടെ ആലപ്പുഴയിലുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ലൈറ്റ് ഹൗസ് ഉണ്ടെന്നും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു മാപ്പിൽ കാണാം. ഇവിടെ നമ്മൾ പോയിട്ടുള്ള കോവളം, കൊച്ചി, കണ്ണൂർ ലൈറ്റ് ഹൗസ് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി കാണാം. നമുക്കപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ മേളിലേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതേപോലെ ഈ സ്പെറിക്കൽ രീതിയിലാണ് അവിടുത്തെ സ്റ്റേഴ്സ് കംപ്ലീറ്റും. ഇതിൻ്റെ അകത്ത് ഒരാൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് മാറി നിൽക്കി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് അവർ ഗ്രില്ലുകൊണ്ട് അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരാൾ പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തിരി ഒതുങ്ങിയൊക്കെ കൊടുത്തു വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ. ഇതാണ് നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ ഒരു ടോപ്പ് വ്യൂ. ഇവിടെ നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ നമുക്ക് അറബിക്കടലും തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ ആലപ്പുഴ ആ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. 103 അടി ഉയരത്തിൽ നിന്നാണ് നമ്മുടെ ആലപ്പുഴയിൽ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണുന്നതും. പിന്നെ അത് മാത്രമല്ല നമ്മുടെ അറബിക്കടലും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആലപ്പുഴ ബീച്ച് കാണാം. ആലപ്പുഴ ബീച്ചിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് താഴേക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങുമ്പം ഇതേപോലത്തെ പടിക്കെട്ടാണ്. അപ്പം മേളിൽ നിന്ന് ആരെങ്കിലും കയറി വരുമ്പം ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ. അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മ്യൂസിയം ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ എൻട്രി ആണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അകത്തുള്ള എല്ലാ കാഴ്ചകളും കാണാം. ലൈറ്റ് ഹൗസിന് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെഷീൻസും പണ്ട് ഉപയോഗിച്ചിരുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്കപ്പോൾ ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങി വരാം. ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ ആലപ്പുഴ വരികയാണെങ്കിൽ ആലപ്പുഴ ലൈറ്റ് ഹൗസും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ല കിടിലൻ സ്പോട്ടാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് ഈ ആലപ്പുഴ ലൈറ്റ് ഹൗസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.